എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. അല്ല, നീ വലിയ വെക്കുവാണ്. നീ ഫസ്റ്റ് കാണാൻ പോണ സിനിമയല്ലേ? ഞാൻ എന്തിനാ വലിയ വെക്കുന്നത്? ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ ഇവൻ നരിവേട്ട. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഭയങ്കരമായിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ മൊത്തം. ഏറ്റവും കൂടുതൽ യൂട്യൂബിലാണ്. ഇവർ ഇൻ്റർവ്യൂസൊക്കെ കൊടുത്തിട്ടേ അങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ധ്യാനും പിന്നെ കുഡോസ് മീഡിയയും. യെസ്, ഇവര് തമ്മിൽ ഇരിക്കുമ്പോൾ ഒരു വൈബ് ഒരു വേറെ ലെവലാട്ടോ. അതെ, കാരണം നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചാണ് വീഡിയോ കാണാം. അതായത് ഇപ്പം കിട്ടും അല്ലെങ്കിൽ ഇപ്പം കൊടുക്കും, ആ ഒരു സംഭവം ഉണ്ടല്ലോ. അതിങ്ങനെ കരുതി ഇരുന്നിട്ട് കാണാം, എന്നിട്ട് എൻജോയ് ചെയ്യാം. എന്തായാലും അതുപോലെ തന്നെ ആവട്ടെ സിനിമ. അതാണ്, അത് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റട്ടെ, ജനങ്ങൾ ഏറ്റെടുക്കട്ടെ. അതന്നെ, ഏറ്റെടുക്കാനാണ് ചാൻസ് കൂടുതൽ. പക്ഷേ ഒപ്പം ഒന്നും രണ്ടും സിനിമകളല്ല വരുന്നത്. അതൊരു ഭയങ്കരമായിട്ടുള്ള ആകുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ, നോക്കാം. അതെ, എന്തായാലും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിന് അത്യാവശ്യം ഒരു ഹൈപ്പ് ഉണ്ട്. അതെ, കാരണം ധ്യാൻ ശ്രീനിവാസൻ 2.0 ആണ് വരുന്നത്. ഇതുവരെയുള്ള ധ്യാനല്ല, ബോംബ് സ്റ്റാർ അല്ല വരുന്നത്, വേറൊരാളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആണല്ലോ നിർമ്മിക്കുന്നത്. കൊണ്ടൽ മാത്രമാണ് ആകെ ഒന്ന് കൈപൊള്ളിയിട്ടുള്ളത്. ബാംഗ്ലൂർ ഡേയ്സും മിന്നൽ മുരളി പിന്നെ RDXും ഒക്കെ നല്ല സിനിമകളായിരുന്നു. ഹിറ്റാണ്. എന്താണെങ്കിലും ആ ഒരു പ്രതീക്ഷയും ധാരാളമാണ്. അതെ, എന്താണെങ്കിലും ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. അതെ, ഒരുപാട് താരങ്ങളുണ്ടല്ലേ. ഓക്കെ, ഇതാണ് പ്ലാസ്റ്റിക് കവറിനോട് ഞങ്ങളുടെ സ്വന്തം ഗ്രാമം. ഈ ഗ്രാമം സ്ഥിതി കൊള്ളുന്ന തന്നെ നന്മയുടെയും സന്തോഷത്തിന്റെയും പ്രതീകമായി. അതിന്റെ പ്രധാന കാരണം ഇവിടുത്തെ നാട്ടുകാരാണ്. അങ്ങനെയല്ല, കുറ്റകൃത്യങ്ങളൊന്നും നടക്കാറില്ല. ക്രൈം റേറ്റ് ഏറ്റവും കുറവുള്ള സ്റ്റേഷനാണ് ഞങ്ങളത്. പ്ലാച്ചിക്ക വന്നത് ഈ ഭൂമിയിലൊരു സ്വർഗമാണ്. കാണാനുണ്ട്. ഓ, എന്റെയും ഈ നാടിന്റെയും തലവരെ മാറുന്ന കേസ് വരെല്ലാം ആര് കണ്ടു? എന്തോ പഴക്കൊല അവസാനായിട്ട് അതിനെവിടെ കണ്ടത്? പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ തന്നെ ആദ്യത്തെ കൊലപാതക. കാര്യങ്ങൾ വല്ലതും ധാരണയുണ്ടോ? ബോഡിയിൽ ചുറ്റിയുണ്ടോ സമാനമായ എന്തോ കൊണ്ട് പാടുകളുണ്ട്, പ്രത്യേകിച്ച് നെറ്റിയിൽ. കിണ്ടിയും കൂടാൻ കോളാമ്പി എടുക്കാനേ പറ്റുള്ളൂ. ഇതേ കേസ് കൊലപാതക, അതിന് പണി അറിയുന്നവര് വേണം. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നുണ്ട്. അവർ ഈ കേസ് ടേക്ക് ഓവർ ചെയ്തു. എന്ത് കേസുണ്ടായാലും പോലീസുകാർ നാട്ടുകാർ എന്നെയാ വിളിക്കാറ്. 2 ക്രൈം സീനിന് പ്രോപ്പർ പോലീസ് പ്രൊസീജിയർ ഫോളോ ആയതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ നിന്നതിൽ തെളിവ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്റെ ഗുരുക്കന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രൈം സീനും പെർഫെക്റ്റ്. കേസ് അന്വേഷണം തെളിയിക്കലൊക്കെ നല്ലതാണ്, പക്ഷെ ഞാനിവിടെ ഉള്ളപ്പോൾ വേണ്ട. സാറും കൊള്ളാം, 5 മിനിറ്റ് കൊണ്ട് കഥ മൊത്തം മാറ്റിയത്. മോഷണവും താൻ തന്നെ, കണ്ടുപിടുത്തവും താൻ തന്നെ, കൊന്നതും താൻ തന്നെയാണോ? ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. അത് പൊളിച്ചിട്ടോ, പറഞ്ഞു ചെയ്യിപ്പിക്കുന്നത്. അത് ഓപ്പോസിറ്റ് പറഞ്ഞ്, അതാണ് ഓപ്പോസിറ്റ് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുക, ഓർമ്മപ്പെടുത്തുക. അതാണ്. അതായത് തിയേറ്ററിൽ ചെന്നിരിക്കുമ്പോ തീർച്ചയായിട്ടും ഓർമ്മപ്പെടുത്തുമല്ലോ. മദ്യപാനവും സത്യം ആരോഗ്യത്തിന് ഹാനികരം. അപ്പ പോകും ഒരു സേർട്ട് വലിച്ചിട്ട് വരാട്ടോ. ഓർമ്മപ്പെടുത്തും, അങ്ങനത്തെ രീതിയിലുള്ള സാധനമാണത്. അതാണ്. എന്താണെങ്കിലും ട്രെയിലർ ഫുള്ള് ഈ ഒരു സാധനം തന്നെയാണ് കേട്ടോ. ഈ അന്വേഷണത്തിന്റെ വൈബും ആ ഒരു സാധനമാണ്. ആദ്യത്തെ അന്വേഷണം കണ്ടോ? ആൾക്ക് വരുന്ന ചെറിയ ചെറിയ കൊല മിസ്സായത്, ആട് മിസ്സായത്, അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളാണ്. അത് കൊല എന്ന് പറഞ്ഞാൽ വാഴക്കുല. ആ കൊല മാറിയിട്ട് പിന്നെ വേറെ കൊലയിലേക്ക് മാറുകയാണ്. പിന്നെ എന്താണെങ്കിലും ആ ഒരു നാടിനെ കുറിച്ച് പറയുന്നതും അവിടെ നടക്കാത്ത സംഭവം ആ സമയത്ത് പോലീസുകാരൻ തന്നെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആദ്യമായിട്ടാണ് വല്ലതും അറിയുമെന്ന് ചോദിക്കണ്ടല്ലോ, അതൊക്കെ ഗംഭീര സാധനമാണ്. ഇതിനെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? അതാ പറഞ്ഞേ, വല്ല ധാരണയുണ്ടോന്നേ.
അത് കലക്കിട്ടോ നല്ല ഒരു സംഭവമാണത്. പ്ലേസ് ചെയ്തിരിക്കുന്ന നല്ല രീതിയിലാണ്. ഇത് ഇങ്ങനത്തെ ചെറിയ ഇതുപോലും ഒരു വാഴക്കൊല പോയി എന്നൊക്കെ പറയുന്നത് ഒരു അങ്ങനത്തെ ഒരു സാധനങ്ങൾ പോലും കേസായിട്ട് ചെല്ലൂലല്ലോ ചിലതൊന്നും. അത് പോട്ടെ അങ്ങനത്തെ വിചാരിക്കുന്ന സംഭവമൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനത്തെ നാട്ടില് കൊലപാതകങ്ങൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ് ഒരേ രീതിയിൽ. അതാണ് അതിന്റെ വൈബ് വരാൻ പോകുന്നത്. എന്തായാലും വില്ലൻ കൊടൂര വില്ലൻ തന്നെ ആയിരിക്കും. ആരാണെന്നുള്ളത് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ട്. ആരാണ് ആ ചാക്കിന്റെ മാസ്കിന്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് അറിയണം. ഒരു സത്യം കേട്ടോ. മിന്നൽ മുരളിയിലുള്ള അതേ സ്ഥലപ്പേരല്ലേ ഇത്? അതിന്റെ അപ്പുറത്തുള്ള തൊട്ടടുത്തുള്ള നാട് അല്ലേ? പാച്ചിക്കടവ്. അതെ അങ്ങനെന്താ കണ്ട. അത് മിന്നൽ മുരളിയിലുള്ള നാടിന്റെ തൊട്ടടുത്തുള്ള നാട്. എന്താണെങ്കിലും വൈബായിട്ടുണ്ട്. മിന്നൽ മുരളിയിലും ചാക്ക് കെട്ടിയിട്ടായിരുന്നു വില്ലൻ തലയില്. നീ അങ്ങനത്തെ പരിപാടി തന്നെയാണോ? അല്ല എന്തായാലും മിന്നലടിച്ച വേറൊരാളല്ല എന്നുള്ളത് അതെന്തായാലും അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് 3 ആളുണ്ട്. അതിൽ ഒരാള് ആരാന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്താണ് അത് ഇതല്ല, അത് ഉറപ്പാ. ഓക്കെ, ആള് തലക്കടിച്ച് കൊല്ലേണ്ട ആവശ്യം വരില്ല. അതാണ് ആൾക്ക് എന്തിനു സിമ്പിൾ ആയിട്ട് പവർ കിട്ടിയ ആൾക്ക് എന്തിനാണ് ചുറ്റി വെച്ച് തലക്കടിക്കേണ്ട ആവശ്യം? വേറെ റിപ്പറാണ്. ഓക്കെ, എന്തായാലും എൻജോയ് ചെയ്യാനുള്ള സാധനം ഉണ്ടാവും കേട്ടോ. പെർഫോമൻസ് ബേസിലേ എല്ലാരും തകർക്കും, അത് ഉറപ്പാ. പിന്നെന്താ, നമുക്കല്ല നിനക്ക്. ഞാൻ അപ്പുറത്ത് കിട്ടില്ല പെർഫോമൻസ് കണ്ട് ഇങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കും. അത് വേറൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ നരിവേട്ടയ്ക്കാണല്ലോ പോണത്. എന്താണെങ്കിലും 6 വേട്ടയാടലാണ് തിയേറ്ററിൽ ഏൽക്കുക എന്നുള്ളത് ബോക്സ് ഓഫീസ് വേട്ട ആര് നടത്തും? ധ്യാൻ ശ്രീനിവാസൻ വേട്ടയാടുവോ അതോ ടോവിനോ വേട്ടയാടുവോ? ഇനി അപ്പുറത്ത് മറ്റു പടങ്ങളും ഉണ്ട് കേട്ടോ. എയ്സ് ഉണ്ട്, മറ്റേ ആസാദ് ഉണ്ട്, ആസാദി, പിന്നെ വേറെ ഏതൊക്കെ ഉണ്ട്, പിന്നെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എന്താണെങ്കിലും ഒരുപാട് സിനിമകളുള്ള ദിവസമാണ്. എന്തായാലും പോവാം. പിന്നെ പോണല്ലോ, തീർച്ചയായിട്ടും പോണം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. വടച്ചോനെ, ഇന്ദ്രനീൽ ബാലകൃഷ്ണൻ, പിന്നെ രാഹുൽജി. രണ്ടുപേരാണ് പുതിയ ഡയറക്ടേഴ്സ് ആണോ. ഓക്കെ ബൈ. ഓക്കെ, സന്തോഷത്തിന്റെ പ്രതീകമായി. അതിന്റെ പ്രധാന കാരണം ഇവിടുത്തെ നാട്ടുകാരാണ്. അങ്ങനെയല്ല, കുറ്റകൃത്യങ്ങളൊന്നും നടക്കാറില്ല. ക്രൈം റേറ്റ് ഏറ്റവും കുറവുള്ള സ്റ്റേഷനാണ് ഞങ്ങളുടെ. പ്ലാച്ചിക്ക വന്നത് ഈ ഭൂമിയിലൊരു സ്വർഗമാണ്. കാണാനുണ്ട്.